തുടപ്പൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ വന്നത്. കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഉച്ചക്കലത്തേക്ക് കറി വെച്ച പാത്രങ്ങളൊക്കെ ബാക്കി കറിയൊക്കെ ഫ്രിഡ്ജിലാക്കിയിട്ട് അതെല്ലാം വാഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. രാത്രിത്തേക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദോശയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മെയ്സിന് ദോശ ഉണ്ടാക്കണമല്ലോ, അപ്പം ഞങ്ങൾക്ക് കൂടി ദോശ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. രാവിലെ ഞാൻ കുളിക്കുമ്പം കുറച്ചധികം ഡ്രസ്സ് കഴുകിയിടാറുണ്ട്. അപ്പോൾ അത് ഉണങ്ങി കാണും, അതെല്ലാം പോയി എടുക്കണം. കൈയോടെ തന്നെ സിങ്കും കൂടി അങ്ങ് വൃത്തിയാക്കിയിടാം. അപ്പോൾ ഇത്രയും ഭാഗത്തെ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. ഇതിന് ശേഷം നമുക്ക് അടുക്കളയൊന്ന് തൂത്ത് തുടയ്ക്കാനുണ്ട്. തൂത്ത് തുടയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ അതൊരു ബോറായിരിക്കും. എൻ്റെ ഒരു ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ലോങ് ആവാറാണ് പതിവ്. പക്ഷേ എന്നും ഇങ്ങനെ തുടയ്ക്കാറൊന്നുമില്ലേ. എനിക്ക് പറ്റുമ്പോഴേ ഞാൻ തുടയ്ക്കാറുള്ളൂ. കാര്യം IASനെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് തുടയ്ക്കൽ നടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ആ നനഞ്ഞ തറയിലൂടെ നടന്നിട്ട് തെന്നി വീഴും കേട്ടോ. എന്തായാലും നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് തോന്നതിന് ശേഷം ഞാൻ കബോർഡിനകത്തോട്ട് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിനിയിപ്പം വേറെ പരിപാടികളൊന്നുമില്ല. എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവുക, അതിന് ശേഷം രാത്രിത്തേക്കുള്ള ഡിന്നർ എന്തെങ്കിലും കുക്ക് ചെയ്യുക കേട്ടോ. ഇത്രയും ഇന്നത്തെ പരിപാടി ഉദ്ദേശിച്ചുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും പരിപാടി വന്നാലായേ. ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചതിന് ശേഷം പുറത്ത് പോയി കുറച്ച് തുണി എടുത്തിട്ട് വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത്രയും തുണി ഞാൻ രാവിലെ കഴുകിയിട്ടെന്നേ. ഇത് ഇത്രയും ഇനി മടക്കാനുണ്ട്. ഒരു സൈഡിലിരുന്നങ്ങ് മടക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും കൂടി നിന്ന് മടക്കാനുള്ളൊരു ത്രാണിയൊന്നും എനിക്കില്ല. കാര്യം ഇപ്പം തന്നെ ഞാൻ കുഴഞ്ഞു. കാര്യം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നും ചെയ്യാൻ ഉഷാറ് കാണില്ല. പിന്നെയും ഞാനങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും ക്ലോത്തൊക്കെ ഒരു സൈഡിലോട്ട് മടക്കി വെക്കുന്നുണ്ട്. നമ്മൾ വാർഡ്രോബ് ഇന്ന് ക്ലീനാക്കി വെച്ചതുകൊണ്ട് തന്നെ അത്രയും പണി കുറഞ്ഞു. ഇന്ന് പക്ഷേ ഞാൻ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കാര്യം എനിക്ക് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ലേ. ഞാനിപ്പോൾ സമാധാനത്തിൽ ഇരുന്ന് മടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അജു ഏസനും കൂടെ ആ കാന്താര ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങും എൻ്റെ അടുത്തേക്ക് വരത്തില്ല. ഇതൊക്കെ തീരുമ്പോഴത്തേക്കേ വരത്തുള്ളേ. ഞാനങ്ങനെ വാർഡ്രോബിൽ എൻ്റെ ക്ലോത്തൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. ഏസൻ്റെ ക്ലോത്താണ് ഏറ്റവും മടക്കാൻ പാട്. കുഞ്ഞ് നിക്കർ ഉടുപ്പൊക്കെ ആയതുകൊണ്ട് എത്ര മടക്കിയാലും ശരിയാവത്തില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ ചുരുട്ടി കൂട്ടിയൊക്കെ വെക്കാറുണ്ട്. എന്തായാലും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. ഏസിന് ഇതിൻ്റെ ഇടയ്ക്ക് മുട്ട കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടയുടെ മൊത്തം ഒന്നും കഴിക്കാറില്ല, എന്തൊക്കെയോ കുറച്ച് വയറ്റിൽ പോകാറുണ്ട്. അതിന് ശേഷം ഞാൻ കുളിപ്പിച്ചു. കുറച്ച് നേരം ഞങ്ങൾ പുറത്തേക്ക് ഇരുന്നിട്ട് ഞങ്ങൾ പാല് മേടിക്കാൻ പോവാണ് കേട്ടോ. അടുത്തൊരു വീട്ടിൽ തന്നെയാണ് പോകുന്നത്. ഇടയ്ക്ക് ഇപ്പം ഞാൻ ഈ സൈക്കിളൊക്കെ എടുത്ത് പുറത്തിറക്കാറുണ്ട്. കാര്യം എപ്പോഴും ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നത് ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പുള്ളിക്ക് ഇഷ്ടമാണ്. പുള്ളിയും കുറച്ച് നേരം എൻജോയ് ചെയ്യും. ഞങ്ങൾ കുറച്ചൊരു റൈഡൊക്കെ പോയിട്ട് നേരെ വീട്ടിലേക്കാണ്. ഇനി രാത്രിത്തെ ഡിന്നറിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ദിവസം. എന്തായാലും ഞാൻ ഏസിനെ കിടത്തി ഉറക്കാണ്. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങളും കിടന്നേ.